കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വീട്ടിനകത്ത് ഇരിക്കാൻ പറ്റുന്നില്ല ചൂടെടുത്തിട്ട്. ഈ പുറത്തിരുന്ന് കാറ്റ് കൊള്ളാന്ന് വിചാരിച്ചാലോ? ഓ, ഇത്തിരി പോലും കാറ്റില്ല ഇവിടെ. നോക്കാം ആരെങ്കിലും വരുന്നുണ്ടോ. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സംസാരിച്ചിരിക്കുക. ടേസ്റ്റിയല്ലേ ആ വരുന്നത്? അവളോട് സംസാരിച്ചിരിക്കുക. ആ, കയ്യിലെന്തോ ഉണ്ടല്ലോ. രാവിലെ തന്നെ ബിരിയാണിയോ മറ്റോ കൊണ്ടുവരുന്നത്. ത്രേസ്യ, ത്രേസ്യ, നിന്നെ കാണാറേ ഇല്ലല്ലോ ഇപ്പോൾ. എവിടെ പോയിരിക്കായിരുന്നു? ഞാനിവിടെ പോവാനാ? ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട്. ആ, വാ ഇവിടെ ഇരി. ഇവിടെ ഇരുന്നേ കുറച്ച് കഴിഞ്ഞിട്ട് പോവാ നിനക്ക്. അല്ല, നിങ്ങളിതെന്തെങ്കിലും ഇങ്ങനെ സങ്കടത്തിരിക്കുന്നേ? എനിക്കെന്ത് സങ്കടാ കുസുമം? എന്നോടൊന്നും ഒളിപ്പിച്ച് വെക്കണമെന്നും വേണ്ട ത്രേസ്യ. എനിക്ക് നിന്റെ മുഖം കണ്ടാൽ അറിയാം. നീ അല്ലാത്ത സങ്കടത്തിലേക്കല്ലേ ഇപ്പോൾ? എവിടുന്ന്? അങ്ങനെയൊന്നുമില്ല, അതൊക്കെ നിന്നെ തോന്നലാ. അതൊക്കെ പോട്ടെ, ഇതെന്താ ഈ പാത്രത്തില്? അതോ, അതുണ്ടല്ലോ, ഞാൻ ഇച്ചിരി ഉണ്ണിയപ്പം ഉണ്ടാക്കിയായിരുന്നേ. ഈ ഉണ്ണിയപ്പം എൻ്റെ അനിയത്തിക്ക് കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിയതാ. അയ്യോ, ഉണ്ണിയപ്പയാ? ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന വയസ്സായില്ലേ, അത് കുറേ സമയം അടുപ്പിൻ്റെ അടുത്ത് നിന്നിട്ട് ചുടണ്ടേ. അതുകൊണ്ട് ഇപ്പം ആരുണ്ടാക്കുന്ന? നിനക്കിഷ്ടമാണോ? എന്നാൽ ഇത് നീ എടുത്തോ. അയ്യോ, എനിക്കൊന്നും വേണ്ട. നീ നിന്റെ അനിയത്തിൻ്റെ വീട്ടിലേക്കല്ലേ കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ ഞാൻ തിന്നതൊരു മോശമല്ലേ, എനിക്ക് വേണ്ട. അതൊന്നും കുഴപ്പമില്ല, ഞാൻ വേണമെങ്കിൽ അവൾക്ക് നാളെ ഉണ്ടാക്കി കൊടുക്കാം. ഇത് നീ എടുത്തോ. ഹായ്, എന്ത് വേണം? കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു. ഓ, നീ നല്ല തേങ്ങ കൊത്തിയിട്ടും വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ, അതുകൊണ്ടും തോന്നുന്നു ഇത്ര മണം. അല്ല, നീ അധികം നിന്റെ അനിയത്തിൻ്റെ വീട്ടിലേക്കൊന്നും പോകാറില്ലല്ലോ. ഇതെന്താ ഇപ്പം ഇത്ര പെട്ടെന്ന്? അവിടെ വല്ല വിശേഷമുണ്ടോ? എൻ്റെ മേരിയോളും മോനും ഇല്ലേ, മേരിയോളെ വീട്ടിലേക്ക് പോയിന്. അപ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ തനിച്ചല്ലേ, അതുകൊണ്ട് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് അനിയത്തിൻ്റെ വീട് വരെ പോയിട്ട് അവിടെ നിന്ന് ഒരു വൈകുന്നേരം ആകുമ്പോൾ വരാമെന്ന് വിചാരിച്ച്. യോ, നിന്നെ കൂട്ടാണ്ട് പോയതാ? അവിടെ എന്ത് വല്ല വിശേഷം ഉണ്ടോ? നിന്നെന്താ കൂട്ടാതെ? അവളുടെ ബന്ധത്തിലുള്ള ആദ്യമോ കല്യാണം, അപ്പോൾ ആ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് പോയതാ. നമ്മളെ നിന്റെ മെരിയോളെ പറ്റിയിട്ട് ഇവിടെ പുറത്തു നിന്ന് സംസാരിക്കുന്നത് ആരെങ്കിലും കേട്ടാലുണ്ടല്ലോ, മെരിയോളോട് ഒന്നിന് രണ്ട് കൂട്ടിയിട്ട് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് വാ, നമുക്ക് അകത്തിരുന്നിട്ട് സംസാരിക്കാം. ആ, അത് ശരിയാ നീ പറഞ്ഞ. ത്രേസ്യ, വാ വാ, നമുക്ക് ഈ സോഫയിലോട്ടിരിക്കാം. നിന്റെ മെരിയോളെ കാണുന്നില്ലല്ലോ, അവളെന്താ ജോലിക്ക് പോയാ? ആ, അവളെപ്പോഴേ പോയി കാണും. പുറത്തുനിന്ന് നീ എന്താ പറഞ്ഞത് നിന്റെ മെരിയോളെ പറ്റിയിട്ട്? എന്തെന്ന്? അവൾ കല്യാണത്തിന് പോയിന്നല്ലേ? നിന്നെ കാണുമ്പോൾ തന്നെ സങ്കടമാവുന്നു. ഇങ്ങനെ ആരെയും അമ്മായി ഒറ്റക്കാക്കിയിട്ട് പാവം അല്ലേ? കല്യാണത്തിന് പിന്നെ പോകണ്ടേ? കുടുംബക്കാർ കല്യാണത്തിന് പോയില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരെ കല്യാണത്തിനാ പോകുന്നത്? ഇപ്പം നല്ല മഴയല്ലേ, അതുകൊണ്ട് എന്നെ വിളിച്ചില്ല, അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ട് പോവായിരുന്നു. എന്നാലും മെരുവളെ വിട്ടു തരുന്നില്ല അല്ലേ? അല്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ നിന്റെ വീടിൻ്റെ അവഴി വന്നായിരുന്നേ. അപ്പോൾ നീയും നിന്റെ മെരുവളും തമ്മിൽ ഒട്ടും വഴക്കായിരുന്നല്ലോ. നിന്റെ മെരുവളെ സൗണ്ട് ആണെങ്കിലേ റോഡിലോട്ട് കേൾക്കായിരുന്നു. അല്ല, അതാരുടെ സൗണ്ടാ കേൾക്കുന്നത്? എൻ്റെ അമ്മേൻ്റെ സൗണ്ട് അല്ലേ കേൾക്കുന്നത്? മെല്ലെ എത്തി വെക്കാം, എന്താ പറയുന്നതെന്ന് കേൾക്കാലോ. അതാര്? ത്രേസ്യ അടുത്തല്ലേ അത്? നല്ല ആളെ കയ്യിൽ വന്ന് പെട്ടത്. ഇനി ഇവിടുന്ന് എൻ്റെ അമ്മായി വിട്ടതന്നെ. ഞാനാണെങ്കിൽ പനി വന്നിട്ട് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഹാഫ് ഡേ ലീവ് എടുത്ത്. അതാ തള്ളക്ക് അറിയില്ലാന്നാ തോന്നുന്നത്. എത്തിയോക്ക എന്താ പറയുന്നേന്ന്. അങ്ങനെ വലിയ വിഷയമൊന്നുമില്ല എൻ്റെ കുസുമോ. അത് പിന്നെ എല്ലാ വീട്ടിലും നടക്കുന്ന സംഭവം തന്നെയല്ലേ. ചെറിയൊരു സൗന്ദര്യ കണക്കം, അത് ഞങ്ങൾ അന്ന് തന്നെ ശരിയായി. എന്നാലും എന്തോ പ്രശ്നം, നീ എന്നോട് പറ. ഭയങ്കര സാധനം തന്നെ. വന്നപ്പോൾ തന്നെ കൊണ്ടുവന്ന സാധനം ഫുള്ളായിട്ട് മുഴുവൻ കണ്ട. എന്തുവാ പ്രശ്നം? നീ എന്ത് പ്രശ്നമാണെങ്കിലും എന്നോട് പറ. ഞാനിപ്പോൾ ഇതെല്ലാം ആരോട് പറയുന്നു? നിനക്കറിയാലോ എന്നെ, ഞാനൊന്നും ആരോടും പറയാറില്ല. അതാരത്? എൻ്റെ അമ്മായിയമ്മ സംസാരിക്കുന്നത്. ആരോടും പറയില്ലാന്ന് റേഡിയോ പറഞ്ഞ മാതിരി ആയിരിക്കും. ഇപ്പോൾ നാട് മൊത്തം അറിയാൻ അവരൊറ്റ ഒരാൾ കാരണം മതി. എടി, നിന്നോട് പറഞ്ഞാലും നിനക്കൊന്നും അറിയില്ല. എൻ്റെ മെരിയോളുണ്ടല്ലോ, ഭയങ്കര തേങ്ങ സാധനം. അവളുടെ വായിൽ ചെന്ന് പെട്ടാലുണ്ടല്ലോ മൂർച്ച ബ്ലേഡ് പോലെ. എന്നാ നിനക്കത് നിന്റെ മോനോട് പറഞ്ഞൂടെ? എൻ്റെ മോനോട് ഞാൻ എന്തെന്നാ പറയേണ്ടത്? അവനാണെങ്കിൽ ഒരു പെങ്കൂസിന് അവൾ പറയുന്നതേ കേൾക്കൂ. അതിനർത്ഥം നീ ഉഷാറില്ലാന്നല്ലേ? മോളിയും മോനും വരച്ച വരയിൽ നിർത്തിക്കണം. അതവിടെ ഇരിക്കട്ടെ, എൻ്റെ മരുമോളെ പറ്റിയിട്ട് പിന്നെ പറയാം. നിന്റെ വീട്ടിലേക്ക് പുതുതായിട്ടൊരു മരുമോൾ വന്നില്ലേ, എങ്ങനെയുണ്ട് സ്വഭാവമൊക്കെ? നല്ല സ്വഭാവമാണ്. അയ്യോ, വെറുതെ ഇപ്പം എന്തിനാ എൻ്റെ പേര് വിളിച്ചിരുന്നത്? എന്താ സംസാരിക്കുന്നതെന്ന് നോക്കാം. എൻ്റെ അമ്മായിമ്മയ്ക്ക് എന്നെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? നോക്കി നോക്കാം എന്താ അതിനെ പറ്റി പറയുന്നതെന്ന്. എൻ്റെ മരുമോളാ, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും. ഒന്നും കൂട്ടിയാൽ നാലെന്ന് പറഞ്ഞാൽ അതേ അമ്മ എന്ന് പറഞ്ഞിട്ട് തലയും വാട്ടിയിട്ട് അവിടെ നിൽക്കും. ഇവിടെ വിട്ട് ഒരടി പുറകോട്ട് പോയിരുന്നെന്ന് പറഞ്ഞാൽ അവൾ അവിടെ തന്നെ നിൽക്കും. ഇനി രാത്രി ആയാലും അതുവരെ അവൾ അവിടെ നിൽക്കും. ഞാൻ പറഞ്ഞതിന് അപ്പുറത്തേക്ക് ഒരു കാര്യം അവൾക്കില്ല. നിന്റെ മരുമോളെ പോലെ എൻ്റെ മരുമോളെ ഞാൻ പറഞ്ഞതുപോലെ അല്ലാണ്ട് അവൾ മറത്തൊന്നും ചെയ്യില്ല. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായി അവളോട് ഞാൻ അമ്മ വീട്ടിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവൾ ഇതുവരെ അമ്മ വീട്ടിലേക്ക് പോയില്ല. ഞാൻ പറഞ്ഞെങ്കിൽ മാത്രം അവൾ പോകുന്നത്. ചുരുക്കി പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കും. അവള് എന്നെ ചുറ്റിപ്പറ്റി എന്നുണ്ടാവും ഏത് സമയത്തും. ഈ ഓഫീസിലേക്ക് പോയി വന്നാലുണ്ടല്ലോ, അവൾ കാപ്പി കുടിച്ചോ ഇല്ലയോ എന്നല്ല, ഞാൻ കാപ്പി കുടിച്ചോ എന്ന് നോക്കിയിട്ട് എനിക്ക് കാപ്പി വെച്ച് തന്നതിന് ശേഷം മാത്രം അവൾ കുടിക്കുന്നത്. നിന്റെ ഭാഗ്യാടി, നിനക്ക് ഇത്ര നല്ല മെരുവളെ കിട്ടിയില്ലേ. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ മെരുവളെ കിട്ടുമോ എവിടുന്നേലും? അതേടി, ഞാൻ എന്ത് കളി പറയുന്നതാണ് നീ വിചാരിച്ചത്?
ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. നല്ല പോയി വെക്കാം. എന്തുവാ ത്രേസ്യ, നീ എന്തിനാ എണീക്കുന്നത്? ഇല്ല കുസുമ, ഞാൻ പോകുന്നെന്നാല്. ഞാനേ അനിയത്തിനോട് വരാന്ന് പറഞ്ഞതല്ലേ, അവള് ചിലപ്പോൾ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ശരി എന്നാ നീ പോയിക്കോട്ടാ. ഇനി സമയം കിട്ടുമ്പോൾ ഇവിടേക്ക് വാട്ടാ. ആ ശരി ശരി. നിന്നെ വിചാരിക്കുമ്പോൾ എന്നെ എനിക്ക് സങ്കടാവുന്ന. പാവം, നീ എന്തോരം സഹിക്കുന്നല്ലേ നിന്റെ മരുമോളും ചൊല്ലിട്ട്. അതാ പറയുന്നത്, മിരിയോള് വന്നപ്പം തന്നെ അവളെ മെരുക്കിയെടുക്കണോന്ന്. എന്നെ കണ്ടില്ലേ ഇപ്പോൾ ഞാൻ എന്ത് സുഖമായിട്ടാ ഇവിടെ ഇരിക്കുന്നത്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുസുമ, ഞാൻ പോകുന്നു. ശരി എന്നാ, ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ വരാം. ശരി ശരി, നീ പോയിട്ട് വാട്ടാ. മരുവോളെ, മെരുവോളെ, നീ ഇന്ന് ജോലിക്ക് പോയില്ലേ? ആ അതെ അമ്മേ, ഞാൻ ജോലിക്ക് പോയില്ല. ഇന്നലെ രാത്രി മുതൽ എനിക്ക് തലവേദനയൊക്കെ ഉണ്ടായിരുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ പോയില്ല. മോളെ, നിനക്ക് കാപ്പി വേണോ? ഇവളിതെന്തിനാ മെരിയോളെ കാണുമ്പോ ഇങ്ങനെ പേടിക്കുന്നത്? ഇതെന്തുവാ മോളെ? മോളെ കാൽക്ക് എന്ത് പറ്റി? തടവി തരണോ? തടവിട്ടൊന്നും തരണ്ട ആവശ്യമില്ല കേട്ടോ അമ്മേ. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുക. അമ്മ പോയിട്ട് ഒരു കപ്പ് കോഫി കൊണ്ടുവാ. മോളെ കാപ്പി മാത്രം മതിയോ? എനിക്ക് കോഫി ഒന്നിച്ചിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല പഴംപൊരി, ചൂട് ചൂട് പഴംപൊരി ഉണ്ടാക്കിയിട്ട് വാ. ഇപ്പം കൊണ്ടുവരാം മോള്. 5 മിനിറ്റ്. 5 മിനിറ്റിൽ എത്തിക്കോളണം, അല്ലെങ്കിലുണ്ടല്ലോ എന്റെ തനി സ്വഭാവം നിങ്ങൾ കാണും. ഇല്ല മോളെ, 5 മിനിറ്റിൽ ഞാൻ ഇപ്പം കൊണ്ടുവരാം. എടിയേ കുസുമം, പ്രേസ്യേ, നീ പോയില്ലേ? ഇതാണല്ലേ നിന്റെ മരുമോള് വരച്ച വരയിൽ നിർത്തുമെന്ന് പറഞ്ഞത്. ഇപ്പോഴറിഞ്ഞ്, നിന്നെയാണല്ലേ ഇവള് വരച്ച വരയിൽ നിർത്തുന്നത്.